ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിലാക്കിയാലത് അത് മീനാണെന്നുള്ളത് അല്ലേ? അന്ന് നമുക്ക് മീനാട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. മാങ്ങ ഇട്ടുകൊണ്ട് ഇത് മസാല ഇട്ട് കറി വെക്കാനാണ്. ഇതിൽ ബാക്കിയുള്ള മസാലകളൊക്കെ ഇടട്ടെ. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനിത്തിരി വെള്ളം ഒഴിച്ച് കണ്ട് നമുക്ക് വലിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒന്ന് റെഡിയാക്കട്ടെ. അങ്ങനെ ഇതട്ടാ മക്കളെ, ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്ത് മാങ്ങ ഒന്ന് വേട്ട എന്നിട്ട് നമുക്ക് മീനിടാം. അത് മസാല ഇട്ടതാണ് കേട്ടോ, തേങ്ങ ഒന്നും അരിക്കണില്ല. നല്ല അടിപൊളി മസാല, വറുത്ത മസാല പൊടിച്ചതാണ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അല്ലേ നല്ലോണം തിളച്ച് മാങ്ങ വെന്തുണ്ട്. ഇതാ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടൻ്റെ ചാടി നല്ലോണം വേവട്ടെ കേട്ടോ. എന്നിട്ടാ ഇത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടുകൊടുത്ത് അങ്ങനെ നമ്മളെ കൂട്ടാൻ റെഡിയായി കേട്ടോ. ഇതില്ലേ കടലപ്പൊടി, ഞാൻ പുതിയൊരു ഐറ്റംസിലാണ് ഉണ്ടാക്കണം കേട്ടോ. കൊക്കുവട ഉണ്ടാക്കാൻ തന്നെയാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത്തിരി പിന്നെ നല്ല ജീരകം, പെരുംജീരകം, കുരുമുളകും പൊടി, മല്ലിച്ചപ്പ്, പുതിന, ഇറച്ചി ഇതൊക്കെ നുറുക്കി വെച്ചിട്ട് ഇറച്ചി പൊടിയാക്കി വെച്ചിരിക്കുന്നൊക്കെ ഇതിൻ്റെ അടിയിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി, കടലപ്പൊടി അടിയിലുണ്ട്, എല്ലാം കൂടെ കൂട്ടി നമുക്കിതൊന്ന് ഞാൻ ഉണ്ടണേ. അങ്ങനെ ഇതട്ടാ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊക്കുവട എല്ലാം ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഇത് ഇറച്ചിയൊക്കെ ഇട്ടതല്ലേ, ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് കൂടെ മക്കളെ അങ്ങനെ വേവട്ടെ. എണ്ണയിൽ കിടന്നു. ഇതാ നമ്മൾ ഒക്കെ ഇങ്ങനെ മറിച്ചിടുന്നു. ഇങ്ങനെ മറിച്ചിട്ട് വെച്ചിട്ടോ അങ്ങനെ വേവട്ടെ ഒന്നും കൂടി നല്ലോണം. അടിപൊളിയാട്ടോ. അങ്ങനെ കടലപ്പൊടി, ലേസം മൈദപ്പൊടി, ഒരു ഇച്ചിരി അരിപ്പൊടി, എന്നിട്ട് അതിനകത്തേക്ക് നമ്മളെല്ലാ മസാലകളും ഇച്ചിരിച്ചൊന്ന് ഉള്ളി ഇടുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ടാണ് ഞാൻ ഇടുക. ഇച്ചിരി ഇറച്ചി പൊടിച്ചിടുക. ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, അത് തിന്നാൻ നല്ല രസമുണ്ടാവും. ഇനി നമ്മളിത് കോരി എടുക്കട്ടെ. ഇതട്ടാ ഒക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ ഇതാ മക്കളെ, നമ്മളെ ഇറച്ചിവട ശരിയായി. അടിപൊളി മണം, ടേസ്റ്റ് ഇറച്ചിവട. മക്കളെ നമ്മളെ ഫ്രൂട്ട്സാണിത്. നമ്മളധികം ആളൊന്നും ഇല്ലയെന്നറിയാലോ, അതാട്ടോ കുറച്ച് കൊണ്ടുവെക്കണത്. മേശമ്മലധികം തീനൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു മാപ്പിളയും പെണ്ണുങ്ങളും അല്ലേ. പിന്നെ ഇതാ മോനുണ്ടാവും ഒരാൾ, നമ്മളയാൻ. അപ്പോൾ അവനക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പൊരിക്കലാണ്. ഇതൊക്കെ നമ്മളെ വെള്ളം കലക്കിയത് അതാട്ടോ, കൈതച്ചക്കാണ് വെള്ളം കലക്കിയത്. അങ്ങനെ നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം മക്കളെ. വിദേശത്തൊക്കെ കുറച്ചൊരു കുറവുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. പിന്നെയെന്ന് അറിയുന്നത് ഒരു കുറവുണ്ട് എന്ന് പറയും ചെയ്യും. പിന്നെ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മറ്റൊരു കൊണ്ട് ചാർത്തണമുണ്ട്. എന്തായാലും അള്ളാഹു എല്ലാ വിദേശികളെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ എൻ്റെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളെല്ലാവരും ദോയി, എൻ്റെ ദോയി എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പഠിച്ചവനൊരു ബുദ്ധിമുട്ട്, ഒരു കോറൽ പോലും ആവാണ്ട് അവർക്ക് സുഖമായിട്ട് അവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഓരൊക്കെ എല്ലാ നമ്മളെ നാട്ടിലെ ഉമ്മത്തിമാരായാലും ആരായാലും എവരായാലും വന്നിട്ട് ഇവിടെ വന്ന എല്ലാ കുടുംബങ്ങൾക്കും കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വേറെന്താ മക്കളെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അങ്ങനെ ഇനി അധികമില്ല, നമ്മളെ നോമ്പുകളൊരു ഇതൊക്കെ ആയി. അൽഹംദുലില്ലാ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് എല്ലാവർക്കും പിടിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖം, സമ്മാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരം എന്തെങ്കിലും മുന്നോട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് അതേമാതിരി തന്നെ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. കാണാത്തവരാരെങ്കിലും എൻ്റെ ബ്ലോഗ് കാണുന്നുണ്ട്, എല്ലാവരും ഓരോ സബ്സ്ക്രൈബ് ചെയ്യണേ.
എല്ലാവരും സപ്പോർട്ട്, നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് മുന്നോട്ട്. എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക അമ്മാനെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.